ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ജാനകിക്ക് എന്താണ് പ്രശ്നമെന്നും ചിത്രത്തിന്റെ പേര് ആരുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നും ജസ്റ്റിസ് എൻ നഗരേഷ് ചോദിച്ചു. ബലാത്സംഗ കേസിലെ ഇരയ്ക്ക് ജാനകി എന്ന് പേര് നൽകിയതിന് അണിയറ പ്രവർത്തകരെ കോടതി അഭിനന്ദിച്ചു. സെൻസർ ബോർഡിന്റെ ഇടപെടലിനെതിരെ തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകൾ സംയുക്ത പ്രതിഷേധവും സംഘടിപ്പിച്ചു. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സെൻസർ ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. പേരിനെന്താണ് പ്രശ്നമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? ആരുടെ വികാരങ്ങളെയാണ് പേര് വ്രണപ്പെടുത്തുന്നതെന്ന് സെൻസർ ബോർഡ് മറുപടി പറയണം. എന്ത് പേരിടണമെന്ന് കലാകാരന്മാരോട് നിർദ്ദേശിക്കുന്നത് സർക്കാരാണോ? മിക്ക സിനിമകളിലും ദൈവങ്ങളുടെ പേരുകൾ കഥാപാത്രങ്ങൾക്ക് നൽകാറുണ്ട്. സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് സെൻസർ ബോർഡ് ചെയ്യുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. സിനിമയിലെ ജാനകി റേപ്പിസ്റ്റ് അല്ലല്ലോ എന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ കഥാതന്തുവെന്നും കോടതി ചോദിച്ചു. ഹർജിയിലെ നടപടികൾ അനന്തമായി നീട്ടാനാകില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മളുടെ പ്രതീക്ഷ കോടതിയിലാണ്. കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചു. അത് ഒരു പടി കൂടി മുമ്പോട്ട് പോയി കുറെ കൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാനുള്ള ഞങ്ങൾക്ക് ധൈര്യം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന ഒരു പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യത്തിൽ സെൻസർ ബോർഡിനെതിരെ തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകൾ സംയുക്ത പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫെഫ്ക, അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. CBFCയുടെ ഇടപെടൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഫെഫ്ക കുറ്റപ്പെടുത്തി. സമരത്തിന് ഐക്യദാർഢ്യവുമായി രാഷ്ട്രീയ പ്രവർത്തകരുമെത്തി. ഏറ്റവും ജീവത്തായ വിഷയത്തിൽ, ന്യായമായ കാര്യത്തിൽ സെൻസർ ബോർഡിന് മറപറ്റിക്കൊണ്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ സിനിമാ ലോകത്തെ ആക്രമിക്കപ്പെടുന്ന കലാകാരന്മാർക്കൊപ്പം നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കടമയാണെന്ന ബോധ്യമാണ് എന്നെ പഠിപ്പിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.